1983 ഡിസംബർ 14 കേട്ടോ നമ്മുടെ ഇന്ത്യയുടെ പീപ്പിൾസ് കാർ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മോസ്റ്റ് അഫോർഡബിൾ കാർ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു വാഹനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഡെലിവറി ചെയ്തത് ആ ദിവസമായിരുന്നു. അന്ന് ആദ്യത്തെ 10 വാഹനങ്ങൾ ഡെലിവറി ചെയ്തത് ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. അന്നത്തെ വാഹനം എന്ന് പറഞ്ഞാൽ SSIT മോഡലായിരുന്നു. അതിനുശേഷം മോഡിഫൈ ചെയ്തപ്പോൾ മാറി മാറി വന്നതാണ് മാരുതി എണ്ണൂറ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം SSIT അന്ന് കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിൽ നിന്ന് അവരുടെ പാർട്സായിട്ട് കൊണ്ടുവന്ന് ഇന്ത്യയുടെ നമ്മുടെ മാരുതി ഉദ്യോഗ ലിമിറ്റഡിൻ്റെ പ്ലാന്റിൽ അത് അസംബിൾ ചെയ്തതിന് ശേഷമായിരുന്നു കേട്ടോ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ആദ്യത്തെ വാഹനം കിട്ടിയത് ഡൽഹിയിൽ നിന്നുള്ളൊരു ഹർദീപ് സിംഗ് എന്ന് പറയുന്ന ആൾക്കാണ്. അദ്ദേഹം ഇന്ത്യൻ എയർലൈൻസിലെ ഒരു എംപ്ലോയി ആയിരുന്നു. അദ്ദേഹത്തിനാണ് ആദ്യത്തെ വാഹനം ഇന്ദിരാഗാന്ധി ഡെലിവറി ചെയ്തത്. ആ കാർ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം 2010 ശേഷം അദ്ദേഹം മരിച്ചതിന് ശേഷം മാരുതി ഉദ്യോഗ ലിമിറ്റഡ് അല്ലെങ്കിൽ സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് അവരത് തിരിച്ചു വാങ്ങിക്കും, അതിന് മൊത്തമായിട്ട് റിസ്റ്റോർ ചെയ്ത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ 2004 മോഡൽ ഒരു മാരുതി 800 വിശേഷങ്ങളാണ് കേട്ടോ. നീറ്റായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല രസമുള്ളൊരു മാരുതി 800 വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമസ്കാരമുണ്ട്, ഞാൻ ജയൻ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിന്നുള്ളത് കോതമംഗലത്താണ് കേട്ടോ. കോതമംഗലത്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ് വാഹനം. കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാഹനം ഒന്ന് എടുത്ത് ഡ്രൈവ് ചെയ്ത് പോയി നോക്കാം. എന്തായാലും നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കും ഭയങ്കര വാഹനപ്രാന്തനാണ് കേട്ടോ, അല്ലെങ്കിൽ വണ്ടി പ്രാന്തനായ മനുഷ്യനാണ്. പുള്ളി ഇതിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മൊത്തമായിട്ട് മോഡിഫിക്കേഷൻ ഇൻറ്റീരിയറിൽ ഇനിയും പണികൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് എടുത്തുകൊണ്ട് എന്തായാലും ബൈപ്പാസിലേക്കൊന്ന് വന്നതാണ്, കോതമംഗലത്തുള്ള ബൈപ്പാസിലേക്ക്. അതായത് നമ്മുടെ എറണാകുളത്തേക്ക് അല്ലെങ്കിൽ കാക്കനാടുമായിട്ട് കണക്ട് ചെയ്യാൻ കിടക്കുന്ന ആ പണിതീരാത്ത വീടെന്ന് പറഞ്ഞാൽ ആ പണിതീരാത്ത റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രാവിലെയും വൈകുന്നേരം ഇവരെ വണ്ടി ഓടിക്കാൻ പഠിക്കാനും ആൾക്കാർ പാർക്ക് പോലെ നടക്കാനും ഒക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു തണലുണ്ടായിരുന്നു. അപ്പോൾ തണൽ പക്ഷേ ഇന്ന് നമ്മുടെ MBD ഏറ്റെടുക്കുകയാണ്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വാഹനം കൊണ്ട് ഏതെങ്കിലും പൊരുവേലത്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. നല്ല വെയിലാണ്, 38-40 ഡിഗ്രി ടെമ്പറേച്ചറിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ശരിക്കും പറഞ്ഞാൽ മാരുതി 800 ഇറങ്ങിയത് 3 തരത്തിലായിരുന്നു കേട്ടോ. 4 സ്പീഡ് മാനുവൽ ഉണ്ടായിരുന്നു, 3 സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, അത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 5 സ്പീഡ് മാനുവലിലെ അവസാനം ഇറങ്ങിയ മോഡൽ കേട്ടോ. അങ്ങനെ 3 രീതിയിലുള്ള ട്രാൻസ്മിഷനായിട്ടുള്ള വണ്ടികളായിരുന്നു കേട്ടോ ഇറങ്ങിയത് മാരുതി 800 എന്ന് പറഞ്ഞാൽ. ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്തിരിക്കുന്നു, അദ്ദേഹം മാറ്റിയിരിക്കുന്നു പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് മെയിനായിട്ട് മാറ്റിയിട്ടുണ്ട്. അനലോഗ് ക്ലസ്റ്റർ കാണാൻ പറ്റും, പഴയ അതേ തന്നെ ക്ലസ്റ്റർ മാറ്റിയിട്ടുണ്ട്. ഉള്ളിൽ പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിലുകളും എല്ലാം കൂടെ ഇനി പണി ബാക്കിയുണ്ട് കേട്ടോ. ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഡോറിലെ വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, അതുപോലെ മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഗൺമെറ്റൽ ഗ്രേ, മെറ്റാലിക് ആയിട്ടുള്ള ഗൺമെറ്റൽ ഗ്രേ പെയിൻ്റാണ് കേട്ടോ മൊത്തം ചെയ്തിരിക്കുന്നത്. പുതിയതായിട്ട് ചെയ്ത പെയിൻ്റാണ്, റീസെൻ്റ്ലി ചെയ്ത് ഇറക്കിയിട്ടുള്ളൂ. പെയിൻറ്റ്, സീറ്റിൻ്റെ കാര്യങ്ങൾ, പവർ വിൻഡോസ്, പവർ സ്റ്റിയറിംഗ്, അത്തരം കാര്യങ്ങളൊക്കെയാണ്. പവർ സ്റ്റിയറിംഗ് ഇല്ലെങ്കിൽ ഭയങ്കര ചെറിയൊരു ബുദ്ധിമുട്ടാണെന്നുള്ളൊരിത്. കാരണം ഇപ്പോഴത്തെ വാഹനങ്ങൾ ഓടിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ മാരുതി 800 ഓടിക്കാത്ത ഒരാളുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്തെ ഡ്രൈവിംഗ് സ്കൂളിലെങ്കിലും മാരുതി 800 എല്ലാവരും ഓടിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ജീപ്പിലൊക്കെ പഠിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ പഠിക്കുന്നവർ, ഇപ്പോൾ മാരുതിയുടെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നവരെന്ന് പറഞ്ഞാൽ ബലനോയിലും സ്വിഫ്റ്റിലും അത്തരം പുതിയ വാഹനങ്ങൾ പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയിലാണ് പഠിപ്പിക്കുന്നതെങ്കിലും നമ്മളൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ മാരുതി 800 തന്നെയായിരുന്നു കേട്ടോ പഠിച്ചത്. പിന്നീട് പുറത്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അലോയ് വീലുകൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള അലോയ് വീല് ചെയ്തിട്ടുണ്ട്. അതുപോലെ വലിയ ടയറുകളൊന്നും കയറ്റി പുറത്തേക്ക് സ്പേസിലിട്ട് തള്ളുകയോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നീറ്റായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്ന വാഹനമാണ്. ശരിക്കും പറഞ്ഞാൽ 1983 ഈ വാഹനം ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇന്ത്യയിൽ വളരെയധികം വളരാൻ തുടങ്ങി, അല്ലെങ്കിൽ മാറാൻ തുടങ്ങിയെന്ന് വേണം പറയാനായിട്ട്. കാരണം അന്ന് വരെ നമ്മൾ 1950 മോഡലുകളായ ആ ഒരു രീതിയിലുണ്ടായിരുന്ന ഷേപ്പിലുണ്ടായിരുന്ന പഴയ അംബാസിഡറും അതുപോലെ പ്രീമിയർ പത്മിനിയും അത്തരം വാഹനങ്ങളായിരുന്നു കൂടുതലും നമ്മുടെ റോഡിലുണ്ടായിരുന്നത്. പിന്നെ മഹീന്ദ്രയുടെ ജീപ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ചെറിയ കാറായിട്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കാർ, അല്ലെങ്കിൽ ഒരു ഫാമിലി കാറായിട്ട്, അല്ലെങ്കിൽ ഒരു മീഡിയം ഫാമിലിയുടെ ഒരു സിമ്പിളായിട്ടൊരു വാഹനത്തിൻ്റെ സിമ്പിളായിട്ട് വന്ന ഒരു വാഹനമായിരുന്നു മാരുതി 800 എന്ന് പറയാനായിട്ട്. ആദ്യത്തെ വാഹനം ലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 47,500 രൂപയായിരുന്നു കേട്ടോ. പക്ഷേ അത് ബുക്ക് ചെയ്തതിന് ശേഷം ഏതാണ്ട് വർഷങ്ങളോളം കാത്തിരുന്നതിന് ശേഷം മാത്രമായിരുന്നു കിട്ടുന്നത്. കാരണം ജപ്പാനിൽ നിന്ന് പാർട്സ് വരുന്നു, അതിനുശേഷം അതിവിടെ അസംബിൾ ചെയ്യുന്നു, അതിന് ശേഷമായിരുന്നു വാഹനം ഡെലിവറി കൊടുത്തിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഈ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഡെവലപ്പായിരുന്നു. കാരണം ഇവർ അവിടെയുള്ള ഒരു വാഹനത്തിന് ബുക്ക് ചെയ്ത് ഡെലിവറി എടുത്തതിന് ശേഷം ഇവർ സ്റ്റോക്ക് ചെയ്യും. അതിനുശേഷം ഇരട്ടി വിലയ്ക്കൊക്കെ, അതായത് 1 ലക്ഷത്തിന് മേളിൽ വരെ മേടിക്കാൻ ആളുകളുണ്ടായിരുന്നു എന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കറ്റിലും വിറ്റുകൊണ്ട്, കാരണം അന്നും ആ ഒരു രൂപ മുടക്കി വാങ്ങാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അത്രയും ഒരു ക്യൂട്ടുള്ള, അല്ലെങ്കിൽ അത്ര ഒരു പുതുമയുള്ള, ഭയങ്കര ഒരു ഇതിപ്പോഴുള്ളൊരു വാഹനമേ. കാരണം അംബാസഡറും ആ പ്രീമിയർ പത്മിനിയുടെ ആ ഒരു ഷേപ്പ് മാറിയിട്ട് മറ്റൊരു ഷേപ്പിലേക്ക് വന്ന ചെറിയൊരു വാഹനം 5 പേർക്ക് യാത്ര ചെയ്യാം, ഏതിലെ വേണേലും ഓടിച്ചു പോകാം. അത്തരം ഒരു രീതിയിലുള്ളൊരു വാഹനം ആദ്യമായിട്ട് വന്നത് ഈ മാരുതിയുടെ 800 ആയിരുന്നു, അല്ലെങ്കിൽ SSIT അന്നത്തെ മോഡൽ ആയിരുന്നു വന്നതെന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കറ്റ് കഥകളും മാരുതി 800ൻ്റെ പുറകിലുണ്ട്.
അതിനുശേഷം നമ്മുടെ മാരുതി 800 ഇവിടെ നിന്നും പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ നിർമ്മിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അസംബിൾ ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ച സാധനം ആദ്യമായിട്ട് എക്സ്പോർട്ട് ചെയ്ത് വിട്ടത് ഹംഗറിയിലേക്കായിരുന്നു. 500 യൂണിറ്റുകൾ ആദ്യം ഹംഗറിയിലേക്ക് വിട്ടു. അതിനുശേഷം ചെക്കോസ്ലോവാക്യ, ഫ്രാൻസ്, നെതർലൻഡ്സ്, ഇംഗ്ലണ്ട്, മാൾട്ട, ഇറ്റലി അങ്ങനെ പറയുന്ന സകല രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയുണ്ടായി. 2004 വരെ അത്തരം എക്സ്പോർട്ടുകൾ നടന്നുകൊണ്ടിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം 2004 മോഡലാണ്. പിന്നീട് യൂറോ 4, BS4 തുടങ്ങിയ എമിഷൻ സ്റ്റാൻഡേർഡ്സും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സൊക്കെ വന്നതോടുകൂടി സ്ട്രിക്റ്റ് ആയതോടുകൂടി മാരുതിയുടെ കയറ്റുമതി നിൽക്കുകയും അതായത് യൂറോപ്യൻ മാർക്കറ്റുകളിലേക്കുള്ള ആദ്യം നിലയ്ക്കുകയും അതിനുശേഷം ഇന്ത്യൻ മാർക്കറ്റുകളിലും പിന്നീട് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആയതോടുകൂടി അവസാനം മാരുതി പ്രൊഡക്ഷൻ അവസാനിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ ഈ വാഹനത്തിലാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആകെ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന ഗ്രില്ലുകൾ മാത്രമാണ്. ആ നെറ്റ് ഉപയോഗിച്ചുള്ള ഒരു ഗ്രില്ല് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ ബാക്കി ബമ്പറുകളിലോ അങ്ങനെയുള്ള യാതൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ഹെഡ് ലൈറ്റുകളെല്ലാം സ്റ്റോക്ക് ആയിട്ടുള്ള ലൈറ്റുകളാണ്. അതുപോലെ ബമ്പറിൽ വരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ലിപ്പ് ആഡ് ചെയ്യുകയോ സ്കേറ്റിംഗ് ആഡ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ കൂടി ഗ്രില്ല് മാത്രമാണ് ഫ്രണ്ടിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 1986 SSITയിൽ നിന്ന് മാറി നമ്മൾ അവസാനം കണ്ട മോഡലിലേക്കുള്ള ആ ഒരു ഗ്രില്ലുകളും ഒക്കെ വെച്ചിട്ടുള്ള രീതിയിൽ മെയിനായിട്ട് ഗ്രില്ലും അതുപോലെ ബാക്കി ബമ്പറും എല്ലാ ഡിസൈൻ തന്നെ മാറി പുതിയൊരു മോഡലിലേക്ക് 86 മാറ്റം വന്നത്. അതിനുശേഷം വലിയ മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല കേട്ടോ മാരുതി 800 എന്ന് പറയുന്ന മോഡലിൽ. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ റെയർ സൈഡ് ആണെങ്കിലും ഫ്രണ്ട് സൈഡ് ആണെങ്കിലും ഒത്തിരി ഡിസൈൻസ് ഒന്നും മാറിയിട്ടില്ല. അതായത് ഗ്രില്ല് SSITയുടെ ഗ്രില്ലെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എല്ലാം ലെങ്ത് ആയിട്ടുള്ള ബാറുകൾ പോലെ വരുന്ന ടൈപ്പ് ഗ്രില്ലായിരുന്നു. അതിനുശേഷം നടുക്ക് മാരുതിയുടെ എംബ്ലം വരുന്ന ആ ഒരു ഗ്രില്ലിലേക്ക് വന്നു. അതിനുശേഷമാണ് പിന്നീട് വലിയ മാറ്റങ്ങളൊന്നും വരാതെ അതേ മോഡലുകൾ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് നമ്മളാണെങ്കിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ടൊരു ഗിംബൽ മേടിച്ചിട്ടുണ്ട്. മൊബൈൽ യൂസ് ചെയ്യാനുള്ളൊരു ഗിംബൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഗിംബൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിന് എടുത്തിട്ട് ഇന്നാണ് യൂസ് ചെയ്യുന്നത് നമ്മളപ്പോൾ. അതിൻ്റേതായ ചെറിയ ഒരു മിസ്റ്റേക്കൊക്കെ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ക്ഷമിക്കണം എല്ലാവരും. കാരണം വീഡിയോ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റെബിലൈസ് ആവാതെ പോകുന്നുണ്ട്. കാരണം ആ ഗിംബലിൻ്റെ കൂടെ ഒരു ആപ്പും കൂടെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അത് കറക്റ്റായുള്ള സ്റ്റെബിലൈസേഷനൊക്കെ നടക്കുകയുള്ളൂ. എന്തായാലും നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ അതൊരു ചെറിയ മിസ്റ്റേക്ക് വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കുക. എന്തായാലും 2009-10 കാലഘട്ടത്തിലാണ് പിന്നീട് മാരുതി മറ്റു വാഹനങ്ങൾ വന്നതോടുകൂടി ഡൗൺ ആവുകയും അതിനുശേഷം ഓൾട്ടോയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ ഓൾട്ടോ 800 വരുന്നു. പിന്നെ അതിനുശേഷം പുതിയ യൂറോ സ്റ്റാൻഡേർഡ്സൊക്കെ അല്ലെങ്കിൽ BSൻ്റെ സ്റ്റാൻഡേർഡ്സൊക്കെ അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു നോംസൊക്കെ ആയിട്ടുള്ള വാഹനം ഓൾട്ടോ വരികയാണുണ്ട്. എന്നാൽ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ SSIT എന്ന് പറയുന്ന അല്ലെങ്കിൽ മാരുതി 800 നമ്മളിവിടെ വിളിക്കുന്ന ഈ വാഹനം ജപ്പാനിലുള്ള ശരിക്കും അതിൻ്റെ അന്നത്തെ ഉള്ള പേരും ഓൾട്ടോ എന്ന് തന്നെയായിരുന്നു. അതിനുശേഷം ഇത് മാരുതി 800 റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ മോഡൽ വന്നപ്പോൾ അവർ മാരുതി അതിന് പുതിയതായിട്ട് ഇവിടെ ഇറക്കിയപ്പോൾ അവർ ഓൾട്ടോ 800 എന്നുള്ള പേര് ഇടുകയാണ് ഉണ്ടായത്. 4 സ്പീഡ് കാർബറേറ്റർ എഞ്ചിനും അതുപോലെ തന്നെ 5 സ്പീഡ് MPV എഞ്ചിനും വരുന്നുണ്ട് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 4 സ്പീഡ് ആയിട്ടുള്ള കാർബറേറ്റർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്കായിട്ട് വരുന്ന റിമ്മുകളെന്ന് പറഞ്ഞാൽ 12 ഇഞ്ചിൻ്റെ ആയിരുന്നു. ഇതിലേക്ക് അലോയ് ടയറൊക്കെ മാറിയിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സെറ്റിങ്ങും കാര്യങ്ങളും ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ബാക്കി മോഡിഫിക്കേഷൻ ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല. വാഹനം വർക്ക് ചെയ്യാനായിട്ട് 1.25 ലക്ഷം രൂപയോളം പെയിൻറ്റിങ്ങിനായി കേട്ടോ. അത് കുറച്ച് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് 1.25 ലക്ഷം രൂപ പെയിൻറ്റിങ്ങിന് തന്നെ മുടക്കുന്നുണ്ട് അദ്ദേഹം. മെറ്റാലിക്കായിട്ടുള്ള പെയിൻറ്റ് ചെയ്യാനായിട്ട് മൊത്തം അഴിച്ചിറക്കി എല്ലാം ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിറക്കിയാണ് കേട്ടോ ഉണ്ടായത്. റെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് കാണാൻ പറ്റും. അതായത് ബ്രേക്കും റിവേഴ്സും പാർക്ക് ലൈറ്റും അടങ്ങുന്ന ആ ഒരു സ്റ്റോക്ക് വരുന്ന അതേ ടെയിൽ ലാമ്പ് തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി LED കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഉള്ളിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റിയറിംഗ് വീല് മാറ്റിയിട്ടുണ്ട്. കാരണം പവർ സ്റ്റിയറിംഗ് ആക്കിയാണ് ഉണ്ടായത്. മറ്റേ സ്റ്റിയറിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന നോർമൽ വരുന്നത് ഡ്രൈവിംഗ് പാടായി തരണം അദ്ദേഹം അത് പവർ സ്റ്റിയറിംഗിലേക്ക് മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. AC ഉള്ള വാഹനമാണ്. AC നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പുതിയ വാഹനങ്ങൾ പോലെയുള്ള AC-യത്തെ പവറൊന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഓടിച്ചപ്പോഴാണ് നമുക്ക് ഈ ചൂടത്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. പിന്നീട് ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മ്യൂസിക് സ്പീക്കറുകൾ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ സ്പീക്കർ, പവർ വിൻഡോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡോർ പാനൽസിലെ ആ ഒരു അപ്പോൾസറിയൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. ഇൻറ്റീരിയറിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഇൻറ്റീരിയറിലെ ഡാഷിൻ്റെ ആണെങ്കിലും അതുപോലെ പെയിൻറ്റിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. സീറ്റ് ചെയ്തിട്ടുണ്ട്, പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്, പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. സീറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് മാറിയിട്ട് ഫ്രെയിം മാത്രം വെച്ചുകൊണ്ട് തൈ സപ്പോർട്ടും അതുപോലെ തന്നെ സൈഡ് വിങ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സീറ്റ് ഇപ്പോൾ 2 ദിവസം മുമ്പ് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വർക്കുകൾ തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിരിക്കുക. കാരണം പുള്ളി ഒരു ക്രിസ്റ്റ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റയുടെ കുറേ മോഡിഫിക്കേഷൻസ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്റ്റയുടെ അടുത്ത ദിവസം നമ്മളൊരു വീഡിയോ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റയുടെ മോഡിഫിക്കേഷൻസ് നടക്കുന്നതുകൊണ്ട് ഇവനെ ഒന്ന് സൈഡാക്കിയിട്ട് ഇവനെ ഇൻറ്റീരിയറിൻ്റെ ബാക്കി പണികൾ നിർത്തി വെച്ചിട്ട് ക്രിസ്റ്റയെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റയെ ഒന്ന് റോഡിലിറക്കി ഓടിച്ചിട്ട് വേണം ഇനി ബാക്കി ഇവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എന്തായാലും സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എറണാകുളത്താണ് വർക്ക് ചെയ്തത് കേട്ടോ. സീറ്റ് മൊത്തത്തിൽ എല്ലാം കൂടെ ചെയ്ത് വന്നപ്പോഴത്തേക്കും റീഡിസൈൻ ചെയ്ത് അതുപോലെ പോൾസറി എല്ലാം ചെയ്ത് വന്ന് 10,000 രൂപ സീറ്റിന് മുടക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് വിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, തൈ സപ്പോർട്ടിനായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എല്ലാം തന്നെ സീറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മാരുതി 800-ൽ മോഡിഫൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ. 2004 മോഡൽ കാർബറേറ്റർ മോഡൽ വരുന്ന ഒരു മാരുതി 800-ൻ്റെ വിശേഷങ്ങളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വാഹനം, പഴയൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായിട്ട് വരാൻ കേട്ടോ. മറ്റൊന്നുമല്ല, ഫിയറ്റിൻ്റെ 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു ഫിയറ്റ് പുണ്ടോയുടെ വീഡിയോയുമായിട്ടാണ് വരുന്നത്. മറ്റാരുടെയും വാഹനമല്ല, നമ്മുടെ സ്വന്തം വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം ഞാൻ മറ്റൊരു വീഡിയോ വരാം കേട്ടോ.